നീ നിന്റെ ജോലി ചെയ്തോ. എനിക്ക് വേണ്ടി നിന്റെ പണിയൊന്നും മാറ്റി വെക്കണ്ട. ആരാന്ന് പോയി നോക്കിയേ. ആരാ? പരിചയമില്ലാത്തവരാ സത്യമേ. നോക്കൊന്നും വേണ്ട. സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറി വരാൻ എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട. അയ്യോ, ഇതാര് രാധാമണിയോ? ഇതെന്താ ഈ വഴിക്കൊക്കെ? വരേണ്ട ഒരു കാര്യം ഉണ്ടായ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ആ, മനോജറിനെ സത്യാമ്മയ്ക്ക് പരിചയമുള്ളതല്ലേ? പിന്നെ അറിയാതിരിക്കോ? ഇരിക്കേ, വാ ചേട്ടാ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയാണോ കാപ്പിയാണോ? പൊന്നി. അതെ, ഒന്നും വേണ്ട. മനോജേട്ടൻ ഇവിടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് മുള്ളേ നിൽക്കുക. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾക്കങ്ങ് പോകണം. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. പൊന്നി, പോയി ചായ എടുത്തോണ്ട് വാ. എനിക്കൂടെ എടുത്തോ. എത്ര നാളായി കണ്ടിട്ട്. വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതാ. പിന്നെ സത്യാമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല, നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? വന്ന കാര്യം പറയണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നു. മോടെ കല്യാണമാണ്. ശ്രേയക്കുട്ടിയുടെ കല്യാണമായോ? പിന്നല്ലാതെ, എത്ര നാള് കാത്തിരുന്നിട്ട് കിട്ടിയ നിധിയാ അവള്. സത്യാമ്മ അവളെ കളിയാക്കിക്കൊണ്ടിരുന്ന പേര് അവൾ എപ്പോഴും പറയും, വൈകി വന്ന വസന്തം. ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളോടൊപ്പം വരാനിറങ്ങിയതാ. പെട്ടെന്ന് അവളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കയറി വന്നു. അല്ലെങ്കിൽ അവളും ഞങ്ങളോടൊപ്പം വന്നേനെ. അപ്പോ ഈ മാസം 18-നാണ് കല്യാണം. തലേദിവസം തന്നെ എല്ലാരും വരണം. നീ ഇപ്പോഴും മധുരയിലെ ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഹെഡ് നഴ്സായി പ്രൊമോഷൻ കിട്ടിയെന്ന് മാത്രം. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ ക്യാന്റീനിൽ വെച്ച് ഞാൻ നമ്മുടെ വിഷ്ണുവിനെയും ഭാര്യയും കണ്ടിരുന്നു. മധുരയിലോ? വിഷ്ണു ഭാര്യയും കൂടെ വന്നിരുന്നെന്നോ? നിനക്കിനി ആള് തെറ്റിയതാണോ? എനിക്കോ വിഷ്ണുവിനെയോ? ഞാൻ ഇവിടെ എടുത്തോണ്ട് നടന്ന കുട്ടിയല്ലേ അവൻ. അവൻ ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് തിരിച്ചറിയും. മോളിങ് വന്നേ. മോളും വിഷ്ണുവും കൂടി എന്തെങ്കിലും മധുരയിൽ പോയിട്ടുണ്ടായിരുന്നോ? മധുരയില് ഇല്ല. അല്ല, ഇതാരാ? ഇതാ വിഷ്ണുവിന്റെ ഭാര്യ, ഇവിടുത്തെ കളക്ടർ ശാലിനി. രാധാമണിയല്ലേ പറഞ്ഞേ മധുരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഇവരെ കണ്ടെന്ന്? ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അന്ന് വിഷ്ണു ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് വേറൊരു പെൺകുട്ടിയായിരുന്നല്ലോ. എനിക്ക് ഉറപ്പുണ്ടെന്നേ. അന്ന് അവൻ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഈ ശാലിനിയല്ല. അപ്പൊ പിന്നെ അവന്റെ കൂടെ അവിടെ വന്ന പെണ്ണാരോ? ഹലോ. വന്നോ? എന്നാ അവിടെ നിക്ക്, ഞങ്ങളിതാ എത്തി. അവര് ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളിനിയും വൈകിയ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ.
ഞാൻ പറഞ്ഞില്ലേ മനോജേട്ടന്റെ ഫ്രണ്ട്സ് അവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നുണ്ട്. മോളുടെ കല്യാണോ തലേദിവസം തന്നെ വരണം കേട്ടോ. സത്യാമ്മേ, എല്ലാരെയും കൂട്ടി വന്നേക്കണം. കല്യാണത്തിന് എല്ലാവരും തലേദിവസം തന്നെ വന്നേക്കണം. ആ പിന്നെ നമ്മുടെ വിഷ്ണുവിനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇല്ലെങ്കിൽ നാട് മുഴുവൻ സത്യാമ്മയ്ക്ക് മരുമക്കളെ കാണേണ്ടി വരും. പലരും അന്വേഷിച്ചു വന്നെന്നും ഇരിക്കും. കുടുംബത്തിന് മാനക്കേടുണ്ടാവാൻ വേറൊന്നും വേണ്ട. ആ എന്നാ നമുക്ക് ഇറങ്ങാം. ആ അപ്പൊ കല്യാണത്തിന് എല്ലാരും വന്നേക്കണം. അയ്യോ, അവര് പോയോ? ആ, എന്നാ സത്യമ്മ ചായ കുടിക്ക. നശിച്ചു, ഈ കുടുംബം നശിച്ചു. നശിപ്പിച്ചു, എല്ലാവരും കൂടി നശിപ്പിച്ചു. എവിടെയെങ്കിലും ഒന്ന് പോയി ചത്താ മതിയായിരുന്നു.